ഇപ്പോൾ പ്രദേശത്തുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാവ് അനീഷ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അനീഷ്, ഈ പ്രതിഷേധം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ടോ? ഈ ഉന്നത ഉദ്യോഗസ്ഥർ ആരെങ്കിലും സ്ഥലത്തുണ്ടോ? കളക്ടർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടോ അനീഷ്? അത് ഇവിടെ ഇപ്പം സംഘർഷാവസ്ഥയാണ്. ഒരു 100-150ഓളം ജനങ്ങള് ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. ഇവിടുന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എരുമേലി റേഞ്ച് ഓഫീസർ നിലവിൽ സ്ഥലത്തില്ല. അതിന് പകരം വന്നിരിക്കുന്നത് പമ്പ റേഞ്ച് ഓഫീസിൽ ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് വന്നത്. പുള്ളിക്ക് ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും അറിയത്തില്ല. ഈ പ്രദേശത്തിനെ കുറിച്ച് പോലും അറിയാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് ആ എരുമേലി റേഞ്ച് ഓഫീസറുടെ വിടവ് നികത്താൻ വേണ്ടി ഇങ്ങോട്ടൊന്ന് പറഞ്ഞയച്ചേ. അതുകൊണ്ട് വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട്. കളക്ടർ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചിട്ട് ഒരു വ്യക്തതയില്ല. അങ്ങനെ ഒരു ജനങ്ങളെല്ലാം തടിച്ചുകൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മൃതദേഹം അവിടെ തന്നെ ആ മരണപ്പെട്ട സ്ഥലത്ത് തന്നെ കിടക്കുകയാണ്. ഈ കളക്ടർ എത്തി അനുരഞ്ജന ചർച്ച നടത്തിയാലേ മൃതദേഹം മാറ്റാൻ അനുവദിക്കുകയുള്ളൂ, അതാണോ നിലപാട് അനീഷ്? അതാണ്. മരണപ്പെട്ടയാൾ മരണപ്പെട്ടു പോയി. പക്ഷെ കുറച്ചധികം ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേയധികം ആൾക്കാർ ഇവിടെ താമസിക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്ത് താമസിക്കുന്ന ഈ ആൾക്കാർക്കൊരു സംരക്ഷണം, ഇനി ഇങ്ങനൊരു മരണം ഇവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഉറപ്പ് കളക്ടർ ഇവിടെ വന്ന് ജനങ്ങൾക്ക് നൽകിയെങ്കിൽ മാത്രമേ ഈ ബോഡി ഇവിടുന്ന് മറവ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇത് സ്ഥിരമായി ഈ കാട്ടാനയുടെ ശല്യമുള്ള സ്ഥലമാണോ അനീഷ്? സ്ഥിരമായെന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു വർഷത്തിന് മേലെയായിട്ട് നിരന്തരമായിട്ട് 20 ആന 25 ആനയൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് യാതൊരുവിധ കൃഷികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഒരു 50ഓളം ആൾക്കാർ ഈ പ്രദേശം വിട്ടൊഴിഞ്ഞ് ടൗണായ മുണ്ടക്കയം, വണ്ടൻപകാല്, പനക്കച്ചിറ ആ ഭാഗങ്ങളിലേക്ക് കുറെ നാളുകളായിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. ഈ നേരത്തെ വാഴൂർ സോമൻ MLA പറയുന്നുണ്ടായിരുന്നു, അവിടെ ഈ വനം വകുപ്പ് ഓഫീസുകൾ ഇല്ലാത്ത ഒരു സ്ഥിതി, ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിയാത്ത സ്ഥിതി, RRT എത്താൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ ഇതൊക്കെ നേരത്തെയും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അനീഷ് ഇപ്പോൾ അവിടെ CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് തോന്നുന്നു, അല്ലേ? അതെ. അപ്പോൾ ഇതൊക്കെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളാണോ അനീഷ്? ഇതൊക്കെ ഞങ്ങള് കഴിഞ്ഞ വർഷം ഇതുപോലൊരു 9 ദിവസം തുടർച്ചയായിട്ടൊരു സമരം ജനങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട്, സ്കൂൾ കുട്ടികൾ അടക്കമുള്ള, കുടുംബശ്രീ അടക്കമുള്ള കുറെ അധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 9 ദിവസം തുടർച്ചയായിട്ട് മതമ്പ എന്ന പ്രദേശത്ത് ഷെഡ് കെട്ടി ഞങ്ങൾ അവിടെ സമരം നടത്തി. അതിന് ആസ്പദമായി MLA അതിനകത്ത് പങ്കെടുക്കുകയും MLAയും തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അന്നത്തെ പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന സഖാവ് KT ബിനു അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് പോയി മന്ത്രിതല ചർച്ച നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം പീരുമേട് RRT 2 ദിവസം ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് പിന്നെ അവർ പോയി. പിന്നെ യാതൊരുവിധ വിശേഷവും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇതിങ്ങനെ മരണപ്പെടാനുള്ള ഒരു കാരണം, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം മാത്രം സംഭവിച്ചതാണ്. കാരണം ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഈ പ്രദേശത്ത് ഈ മരണപ്പെട്ട പ്രദേശത്തുള്ള ആൾക്കാർ ഇന്ന് ആനയുണ്ടെന്ന് ഫോറസ്റ്റുകാരെ വിളിച്ചറിയിച്ച അവർക്ക് വന്ന ബന്ധപ്പെട്ട അധികാരികൾക്ക് വന്ന് ആനയെ തുരുത്താമായിരുന്നു. അവരത് ചെയ്തില്ല. അവരൊരു 3 വാച്ചർമാരെ പ്രദേശത്തേക്ക് പറഞ്ഞു വിട്ടു. അവരൊരു വീട്ടിൽ കയറി കുറച്ച് കുടിവെള്ളവും കുടിച്ചിട്ട് അവർ തിരിച്ച് റിട്ടേൺ ഇറങ്ങിപ്പോയി. ആനയൊന്നും അവർ തുരുത്തിയില്ല. അപ്പം ഈ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ 42 വയസ്സുള്ള സോഫിയ ഇസ്മായിൽ മരണപ്പെട്ടത്. ഈ അനീഷ് ഈ സ്ഥലത്തുണ്ടോ? ഈ സംഭവം നടന്ന സ്ഥലത്താണോ ഇപ്പോൾ ഉള്ളത്? അതെ. ഈ അവിടെ എത്തിയ ഈ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഈ മേഖലയെക്കുറിച്ച് പരിചയമില്ല, കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം പറയുന്നത് എന്താണ് അനീഷ്? അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല, ഒരു കാര്യവും പറയാനില്ല. ഞങ്ങൾ കുറേയധികം ആൾക്കാർ, ശക്തമായ രീതിയിൽ ഇവിടെ ജനപ്രതിനിധികളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, അവരെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധം പറയുമ്പോഴും അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നോട് പറഞ്ഞത്, എരുമേലി റേഞ്ച് ഓഫീസർ സംഭവ സ്ഥലത്തില്ല, അതിന് പകരം അദ്ദേഹം ചുമതലപ്പെടുത്തി വിട്ട ആളാണ്, അദ്ദേഹത്തിന് ഈ മേഖലയെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ യാതൊരു ഗ്രാഹ്യമില്ല, പിന്നെ അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം. ഈ ആശങ്ക അകറ്റണം, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഒരുപാട് സമയം ഇങ്ങനെ ആ മൃതദേഹം അവിടെ അങ്ങനെ ഇടാനും പാടില്ലല്ലോ അനീഷ്. അപ്പോൾ ഈ കളക്ടർ എത്തുമെന്ന് തന്നെ ആണോ വിവരം അനീഷ്? ഇപ്പോൾ പെരുവന്താനം സർക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളി അറിഞ്ഞപ്പോൾ തന്നെ ഓടി എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട തഹസീൽദാർ വരും, തഹസീൽദാർ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു ചർച്ച ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാന്യങ്ങളെ തുരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ നാളെ മുതൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സംവിധാനം
PI ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പ്രകാരം ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ കാത്തു നിൽക്കുകയാണ്. കുറച്ച് ദൂരത്ത് ഒരു കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ദൂരം ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം ആ ഉദ്യോഗസ്ഥരുടെ വന്ന് തഹസീൽദാരുടെ വന്നതിന് ശേഷം ഉടൻ തന്നെ ഈ മൃതദേഹം ഇവിടുന്നെടുത്ത് മാറ്റുവാനുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ശരി, നന്ദി അനീഷ്. അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയതിന്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. തഹസീൽദാർ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു എന്നാണ് അവിടെ നിന്നുള്ള പൊതുപ്രവർത്തകൻ അനീഷ് ഇപ്പോൾ അറിയിച്ചത്.